Dear students, welcome to our accountancy classroom. ഇന്ന് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വില്ല് നമ്മൾ രണ്ട് മെത്തേഡ് പറഞ്ഞിരുന്നു. പ്രീമിയം മെത്തേഡും റിവാലുവേഷൻ മെത്തേഡും. പ്രീമിയം മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് മെത്തേഡാണ് റിവാലുവേഷൻ മെത്തേഡ്. അതോടൊപ്പം ഹിഡൻ ഗുഡ്വിൽ എന്ന പാർട്ട് കൂടി നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതാണ്. This method is followed when the new partner does not bring in his share of goodwill in cash. ഈ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഗുഡ്വിൽ എന്ന പേരിൽ യാതൊരു എമൗണ്ടും കൊണ്ടുവരാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പ്രീമിയം മെത്തേഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് പുതിയ പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരുന്ന സാഹചര്യമായിരുന്നു. ഇത് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തെയാണ് റീവാലുവേഷൻ മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് റേസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ ക്രെഡിറ്റിംഗ് ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദി ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ സാഹചര്യത്തിൽ ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഓൾഡ് പാർട്ട്നേഴ്സിനെ അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്തും കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. When goodwill account is to be raised in the books of account, there are two possibilities. ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാഹചര്യത്തിൽ വീണ്ടും രണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് വൺ, നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ബുക്സ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ. ആൻഡ് സെക്കൻഡ് വൺ, ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ബുക്സ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗുഡ്വിൽ എന്ന് പറയുന്നത് പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ അതേസമയം തന്നെ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണാറുണ്ട്. അപ്പൊ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ ഉണ്ടാവാത്ത സാഹചര്യമാണ് ആദ്യത്തത്. ആ സമയത്ത് നമ്മുടെ പുതിയ പാർട്ട്ണറുടെ ഗുഡ്വിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. മറ്റൊരു സാഹചര്യം, ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ ഗുഡ്വിൽ കാണാം. ആ സാഹചര്യത്തിൽ പുതിയ പാർട്ട്ണറുടെ അഡ്മിഷന്റെ സമയത്തിൽ ഗുഡ്വില്ലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് സാഹചര്യമാണുള്ളത്. ഫസ്റ്റ് വൺ, വെൻ നോ ഗുഡ്വിൽ എക്സിസ്റ്റ് ഇൻ ദി ബുക്സ്. വെൻ നോ ഗുഡ്വിൽ എക്സിസ്റ്റ് ഇൻ ദി ബുക്സ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ദ ഗുഡ്വിൽ അക്കൗണ്ട് മസ്റ്റ് ബി റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ. അപ്പം ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ ഇല്ല എങ്കിൽ നമ്മൾ മുഴുവൻ ഗുഡ്വിൽ അക്കൗണ്ടിലേക്ക് ഗുഡ്വിൽ എമൗണ്ട് മുഴുവൻ നമ്മൾ റേസ് ചെയ്യേണ്ടതായിട്ട് പറയുകയാണ്. ഈ സാഹചര്യം വരുന്നത് അഡ്മിഷന്റെ സമയത്താണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അഡ്മിഷന്റെ സമയത്ത് ഗുഡ്വിൽ മുഴുവൻ നമ്മൾ കണ്ടെത്തി അത് റേസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഡെബിറ്റിംഗ് ഗുഡ്വിൽ അക്കൗണ്ട് വിത്ത് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് ക്രെഡിറ്റിംഗ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ സാഹചര്യത്തിൽ ഗുഡ്വിൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഓൾഡ് പാർട്ട്നേഴ്സിനെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതിനൊരു ജേണൽ എൻട്രി ഉണ്ട്. വളരെ സിമ്പിൾ ആയുള്ള ജേണൽ എൻട്രിയാണ്. ഗുഡ്വിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ആ ഗുഡ്വില്ലിനെ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ, എന്നിട്ട് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓരോ പാർട്ട്നേഴ്സിന്റെയും ഷെയർ കണ്ടെത്തിക്കൊണ്ട് അതിന് ക്രെഡിറ്റ് ഓരോ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വലി ഗുഡ്വിൽ റേസ്ഡ് അറ്റ് ഫുൾ വാല്യൂ ഇൻ ദി ഓൾഡ് റേഷ്യോ. The goodwill thus raised shall appear in the balance sheet of the firm at its full value. ഈ ഒരു സാഹചര്യത്തിൽ എത്രയാണോ ഗുഡ്വിൽ റേസ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രോബ്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ, അഹൂജ ആൻഡ് ബറുവ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They decide to admit Chowdhury into partnership for 1/5 share of profits, which he acquires equally from Ahuja and Barua. Goodwill is valued at rupees 30,000. Chowdhury brings in rupees 16,000 as his capital, but is not in a position to bring any amount for goodwill. No goodwill account exists in the books of the firm. Goodwill account is to be raised at full value. Record the journal entries. അപ്പോൾ ചോദ്യം മനസ്സിലാക്കിയാൽ നമ്മൾക്ക് പുതുതായിട്ട് വരുന്ന പാർട്ട്ണറുടെ പേര് ചൗധരി എന്നാണ്. 1/5 ഷെയർ ആണ്. അപ്പൊ ചൗധരി ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. 16,000 റുപ്പീസ് ആണ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ കൊണ്ടുവന്ന ക്യാപിറ്റലിന് ജേണൽ എൻട്രി ചെയ്താം. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ചൗധരീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം പറയുന്നു 30,000 ആണ് ഗുഡ്വിൽ ആ സമയത്ത് അഡ്മിഷൻ സമയത്ത് വാല്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പാർട്ട്ണർ പുതിയ പാർട്ട്ണർ ചൗധരി
ഈ എമൗണ്ട് ഗുഡ്വില്ലിലേക്ക് യാതൊരു എമൗണ്ടും കൊണ്ടുവരാനുള്ള പൊസിഷനിലല്ല അല്ല. അപ്പം നമ്മൾ റീവാലുവേഷൻ മെത്തേഡാണ് അവിടെ ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. സെയിം ടൈം നമ്മൾ ഫസ്റ്റ് മറ്റൊരു സിറ്റുവേഷനാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഇല്ല എന്നുള്ളതും. ഈ രണ്ട് സാഹചര്യമാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ആ സമയത്ത് ഗുഡ്വില് ഫുൾ വാല്യൂല് റേസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 30,000 ആണ്. എന്നിട്ട് അവരുടെ ഓൾഡ് റേഷ്യോ വെച്ചിട്ട് ഓരോ പാർട്ട്ണറും, പഴയ പാർട്ട്നേഴ്സ് അഹൂജയാണ്, ബറൂവയാണ്. ആ 30,000-നെ 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആ ജേണൽ എൻട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടെ നമുക്ക് ചെയ്യാനും പറ്റും. അവിടെ നോട്ടുണ്ട്, ഗുഡ്വിൽ ഷാൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് ₹30,000. ഈ 30,000 റുപ്പീസിനെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ സാഹചര്യത്തിലും പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇല്ല. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഇതാണ്. ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നേരത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ ഉണ്ട് എന്ന് കരുതുക. ഇഫ് ദ ബുക്സ് ഓൾറെഡി ഷോസ് സം ബാലൻസ് ഇൻ ദ ഗുഡ്വിൽ അക്കൗണ്ട്, ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഗുഡ്വിൽ ഇൻ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഷാൽ ബി മെയ്ഡ് ഓൺലി ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അഗ്രീഡ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ബുക്സ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം, പുതിയൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഉണ്ടാവുകയും ആ സമയത്ത് നമ്മൾ പുതിയ ഗുഡ്വില്ലിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ന്യൂ ഗുഡ്വില്ലും ആ എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആ ഡിഫറൻസിനെ കണ്ടെത്തിക്കൊണ്ട് ആ ഡിഫറൻസിന്റെ മേലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് മേ ബി ലെസ് ദൻ ഇറ്റ്സ് അഗ്രീഡ് വാല്യൂ ഓർ ഇറ്റ് മേ ബി മോർ ദൻ ദ അഗ്രീഡ് വാല്യൂ. ഈ സാഹചര്യത്തിൽ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്വില് കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോഴാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദ അഗ്രീഡ് വാല്യൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അഗ്രീഡ് വാല്യൂ ഓഫ് ഗുഡ്വിൽ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് വിൽ ബി ഡെബിറ്റഡ് ടു ഗുഡ്വിൽ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പൊ അഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് തീരുമാനിക്കുന്ന എമൗണ്ട് ഓഫ് ഗുഡ്വിൽ ആണ്. അപ്പൊ അഗ്രീഡ് വാല്യൂ കുറയുകയും എമൗണ്ട് ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഗുഡ്വില് കൂടുതലാവുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡിഫറൻസ് കാണാം. ആ സാഹചര്യത്തിൽ നമ്മൾക്ക് ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും, ആ ഡിഫറൻസ് എത്ര എന്ന് കണ്ടെത്തിക്കൊണ്ട് ആണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഇഫ് however it is more than the agreed value, the difference will be debited to all the partners capital accounts in their all the profit sharing ratio and credited to the goodwill account. അഗ്രീഡ് വാല്യൂ കൂടുതലാവുകയും എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ കുറയുകയും ചെയ്യുന്ന സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുമാണ് പറയുന്നത്. നമുക്ക് പ്രോബ്ലം നോക്കാം. ആ സമയത്ത് ഒരു ജേണൽ എൻട്രി ഉണ്ട്. നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെയാണ്. ഇപ്പം വാല്യൂ ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്, അതായത് എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ അഗ്രീഡ് വാല്യൂ ആണെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ അഗ്രീഡ് വാല്യൂവിനേക്കാളും കൂടുതലാണ് എങ്കിൽ, അതാണ് സെക്കൻഡ് പറയുന്നത്, വെൻ ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഇസ് മോർ ദാൻ ദ അഗ്രീഡ് വാല്യൂ, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഒരു പ്രോബ്ലം നോക്കാം. Ram and Rahim are partners in a firm sharing profits and losses in the ratio of 3:2. Rahul is admitted into partnership for 1/3 share in profits. He brings in ₹10,000 as capital, but is not in a position to bring any amount for his share of goodwill, which has been valued at ₹30,000. Give journal entries. 3 cases are there. A. When there is no goodwill appear in the books of the firm. Second one, when the goodwill appears at ₹15,000 in the books of the firm. And finally, C, when the goodwill appears at ₹36,000 in the books of the firm. In the illustration നോക്കാം. ഫസ്റ്റ് പറയുന്നത് when no goodwill appears in the books. അപ്പോൾ ഫുൾ വാല്യൂവിൽ നമ്മൾ റേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ജേണൽ എൻട്രി എഴുതുക. സെക്കൻഡ് വൺ ആണ് പറയുന്നത് ഗുഡ്വില്ലിനെ നമ്മൾ റേസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുഡ്വില്ലിനെ നമ്മൾ റേസ് ചെയ്യുമ്പോൾ ഗുഡ്വില്ലിനെ ഡെബിറ്റ് ചെയ്യണം. ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്, റാമിനും റഹീമിനും അവരുടെ ഓൾഡ് റേഷ്യോ വെച്ചിട്ട് കൊടുക്കുന്നു. അത് എ കേസ് വളരെ സിമ്പിൾ ആണ്. ബി കേസ് പറയുന്നത് when goodwill appears in the books at ₹15,000.
എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ 15,000 നമ്മൾ റേസ് ചെയ്യേണ്ടത് 30,000 ആണ്. അപ്പൊ ഡിഫറൻസ് ഇസ് ദർ ഈസ് 15,000 റുപ്പീസ് ആണ് നമ്മളെ അഗ്രീഡ് വാല്യൂ കൂടുതലുള്ളത്. അപ്പം നമ്മൾക്ക് രണ്ടാമത് ജേണൽ എൻട്രി നോക്കിയാൽ ഗുഡ് വിൽ 15,000 ആണ് നമ്മൾ റേസ് ചെയ്യേണ്ടത്. കാരണം എക്സിസ്റ്റിംഗ് ഗുഡ് വില് നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ടും തമ്മിൽ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 15,000. അപ്പോൾ നമ്മൾ ആ ബാലൻസ് 15,000ന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് 15,000 ടു ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഓൾ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ. ഇനി സി കേസ് ആണെങ്കിൽ വെൻ ദ ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് അറ്റ് ₹36,000. അപ്പം അഗ്രീഡ് വാല്യൂവിനേക്കാളും 6,000 കൂടുതലായിട്ടാണ് എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ 36,000 ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ 6,000 കൂടുതൽ വന്നിട്ടുണ്ട്. അതിനെങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പം പറഞ്ഞിരിക്കുന്നത് അധികമുള്ള 6,000 നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് റാം അതേപോലെ റഹീമാണ്. അപ്പോൾ റാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, റഹീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് അത് അവരുടെ ഓൾഡ് റേഷ്യോ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത 3,600, 2,400 എന്നിട്ട് ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 6,000 ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ ഇല്ല എങ്കിൽ ഫുൾ അഗ്രീഡ് വാല്യൂ ഓൾഡ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക, ഗുഡ് വിൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക. അഗ്രീഡ് വാല്യൂ കുറവാണ്. സെക്കൻഡ് കേസ് പറഞ്ഞത് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ കുറയുകയും അഗ്രീഡ് വാല്യൂ കൂടുകയും ചെയ്യുകയാണെങ്കിൽ ആ ഡിഫറൻസ് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ആ ഡിഫറൻസ് ഗുഡ് വില്ലിനെ ഡെബിറ്റ് ചെയ്യുകയും ഓൾഡ് പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി തിരിച്ച് എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ കൂടുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഓൾഡ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്യുന്നു, ഗുഡ് വിൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു സാഹചര്യം പറയുകയാണ് ഹിഡൻ ഗുഡ് വിൽ. ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ട് എവിടെയും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല ഗുഡ് വില്ലിനെ കുറിച്ചിട്ട്. പക്ഷെ ചില കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹിഡൻ ആയിട്ട് ഗുഡ് വിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിതാണ് സംടൈംസ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് നോട്ട് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. In such a situation, it has to be inferred from the arrangement of the capital and profit sharing ratio. അപ്പൊ നമ്മളൊരു അനുമാനത്തിൽ എത്തണം, ഇൻഫറൻസിൽ എത്തണം. ആ ഇൻഫറൻസ് ഇതാണ് നമ്മൾ ക്യാപിറ്റൽ ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലും ന്യൂ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് കൊണ്ടിട്ട് നമ്മളൊരു ഇൻഫറൻസിൽ എത്താൻ പോവുകയാണ്. അത് നോക്കാം നമുക്ക്. Hem and Nem are partners in a firm sharing profits in the ratio of 3:2. Their capitals were ₹80,000 and ₹50,000 respectively. They admitted Shyam on January 2017 as a new partner for 1/5 share in the future profits. Shyam brought ₹60,000 as his capital. Calculate the value of the goodwill and record necessary journal entries on Shyam's admission. അപ്പൊ ഇത്രയേ ഉള്ളൂ. ശ്യാമിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും പഴയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു ഹിഡൻ ഗുഡ്വിൽ ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം ശ്യാമിന്റെ ക്യാപിറ്റൽ നമ്മൾ നോക്കിയാൽ 60,000 ആണ്. ശ്യാമിന്റെ ഷെയർ 1/5 ആണ്. അപ്പം 1/5 ഭാഗമാണ് ശ്യാം 60,000 കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഭാഗം എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം എന്ന് പറയുന്നത്. അപ്പോൾ 60,000ന്റെ അപ്പൊ 1/5 ഭാഗമാണ് 60,000 എന്ന് പറയുന്നത്. അപ്പൊ 5 ഭാഗം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 3 lakh ആണ്. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ എന്നത് മനസ്സിലാക്കുക. ഇനിയിപ്പം ഹെമ്മിന്റെയും നെമ്മിന്റെയും ശ്യാമിന്റെയും ടോട്ടൽ ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 80,000 ആണ് നിലവിൽ ഹെമ്മിന്റെ, 50,000 നെമ്മിന്റെ, ശ്യാമിൻ്റെത് 60,000. അപ്പോൾ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തപ്പോൾ 1,90,000 ആണ് ആക്ച്വൽ ക്യാപിറ്റൽ ഓഫ് ദി ഓൾ ദി പാർട്ട്നേഴ്സ്. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് ഗുഡ്വിൽ ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഗുഡ്വിൽ എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh ആണ് ടോട്ടൽ ഗുഡ്വിൽ, എസ്റ്റിമേറ്റഡ് ഗുഡ്വില്. ആക്ച്വൽ ഗുഡ്വിൽ 1,90,000 ആണ്. സോ 1,10,000 എന്ന് പറയുന്ന ഡിഫറൻസ് അവിടെ ഉണ്ട്. ആ 1,10,000നെയാണ് നമ്മൾ ഗുഡ്വിൽ ആയിട്ട് ഇവിടെ ഇൻഫർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്യാമിന്റെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് 22,000. നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഗുഡ്വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്, അത് ഫുൾ എമൗണ്ടിലും കാണാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമ്മൾ ശ്യാമിന്റെ ഷെയർ മാത്രം എടുത്തുകൊണ്ട് ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചെയ്താലും നമ്മൾക്ക് ആ ജേണൽ എൻട്രി എഴുതിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.